നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകളും വിവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും അത് ലൈവാകുന്നത് NHAIയിലെ കേരളത്തിൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ഒരുപാട് പ്രദേശങ്ങളും ഇടിഞ്ഞു വീഴുകയും വെള്ളം കയറുകയും വാഹന ഗതാഗതം തടസ്സപ്പെടുത്തുകയും NHAI നടത്തിയ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായി ഒരുപാട് വീടുകൾ, റോഡുകൾ, സർവീസ് റോഡുകൾ ഒക്കെ തകർന്ന് കേരളത്തിലൊരു ദുരന്തമായിട്ട് NHAI മാറിയിരിക്കുക. അതതിൻ്റെ ഒരു ഭാഗമാണ്. ഞാനിന്ന് പ്രധാനമായിട്ടും നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇടതുപക്ഷ സർക്കാരും PWDയും മന്ത്രിയും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് സ്ഥലമെടുത്തിന് പണം നൽകിയ ഏക സംസ്ഥാനം ഞങ്ങളാണ്. 5600 ചില്ലാനം കോടി രൂപ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത് ചരിത്രത്തിൽ ആദ്യമാണ്. അത് മാതൃകാപരമാണ്. ഈ സ്റ്റേറ്റിനെ ബുദ്ധിമുട്ടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ പണം കൊടുത്തത്. UDFന് ആ പണം കൊടുക്കാൻ കഴിഞ്ഞില്ല. UDF ആഫീസും കൂട്ടി പോയതായി. ഇതാണ് അതിൻ്റെ ഒരു വർഷം. ഇത് പച്ചക്കള്ളമാണ്. പച്ചക്കള്ളം എന്ന് പറഞ്ഞാൽ കല്ല് വെച്ച നുണയാണ്. അത് എന്തടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് എന്ന ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലേക്ക് വരിക. അതിൻ്റെ കൃത്യമായ ചില ഡോക്യുമെന്റുകളുമായിട്ടാണ്. ആ ഡോക്യുമെന്റ് നിങ്ങൾക്ക് നൽകാനുള്ളതാണ്. നിങ്ങളത് പരിശോധിക്കണം. കേരളത്തിലെ ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തുന്നത്. നിങ്ങളടക്കം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ ഈ ഭാഗ്യവശാൽ രാജ്യത്തിന്റെ രാജ്യസഭാ പാർലമെന്റിൽ ഈ ചോദ്യം ഉന്നയിച്ചത് ബഹുമാനപ്പെട്ട എളമരം കരീം MPയാണ്. അദ്ദേഹം ഈ ചോദ്യം ഉന്നയിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്, രാജ്യസഭ, അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ നമ്പർ 740 ആൻസേർഡ് ഓൺ 26/7/23 എന്ന് പറഞ്ഞാൽ ഈ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് 26/7/2023 ബഹുമാനപ്പെട്ട ഗഡ്കരി ഇവിടെ രാജ്യത്തിന്റെ പാർലമെന്റിൽ കൊടുത്ത ആൻസറാണ്. ഇതിൽ പറയുന്നത് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻ നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ്. ക്വസ്റ്റ്യൻ നമ്പർ 740. ശ്രീ എളമരം കരീം, will the Minister of Road Transport and Highways be pleased to state in what way the state government interventions are crucial for the development of national highway in the country? Details of the amount spent by the government of India or NHAI in each state for the development of NHS for the last 5 years, provided the amount spent by the state and each. The Minister's മറുപടിയാണ് ആൻസർ. ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഓരോ സംസ്ഥാനവും എത്ര പണമാണ് നാഷണൽ ഹൈവേ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങൾ നാഷണൽ ഹൈവേക്കോ കേന്ദ്ര ഗവൺമെന്റിനോ നൽകിയിട്ടുള്ളത് എന്നതാണ് ചോദ്യം. ഇത് എളമരം കരീം MPയുടെ ചോദ്യമാണ്. 26/7/2023 ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി നടത്തിയ ആൻസറാണ് ഞാൻ വായിക്കുന്നത്. ഓഫ് പ്രീ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് സച്ച് ആസ് ലാൻഡ് അക്വിസിഷൻ, യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ്, ട്രീ കട്ടിംഗ് ആൻഡ് അതർ ക്ലിയറൻസസ് റിക്വയർഡ് ഫോർ എ നാഷണൽ ഹൈവേ പ്രോജക്ട്. നാഷണൽ ഹൈവേ പ്രോജക്ട് തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രയാസങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. ലാൻഡ് അക്വിസിഷൻ, യൂട്ടിലിറ്റി ഷെയറിംഗ്, ട്രീ കട്ടിംഗ്, ക്ലിയറൻസിംഗ്, ഇതൊക്കെ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തത്തിൽ വരുന്ന ഒരു കാര്യങ്ങളാണ്. Details of the amount spent by National Highway Authority of India in each state for the development of national highways for the last 5 years at the Annexure 1. Details of the contribution for the land acquisition for development of NH projects is annexed. ഈ പറയുന്ന ഡീറ്റെയിൽസ് ഈ അനക്സറിൽ പറയുന്നു എന്നാണ് പറയുന്നത്. അനക്സർ 2 നിങ്ങൾ കൃത്യമായി കേട്ടോ. Annexer referred to the reply to the Part C Rajya Sabha unstarred question of number 740 answered on 26th July 2023. 2023 ചോദ്യമാണ്. 26th ജൂലൈയിലുള്ള ക്വസ്റ്റ്യനാണ്. By Sri Elamram Kareem regarding the participation of the state government in the national highway development. Details of the state contributed for land acquisition for development of NH projects is under. 10 സ്റ്റേറ്റിന്റെ കാര്യങ്ങൾ, 10 സ്റ്റേറ്റ് പണം നൽകിയ കാര്യങ്ങളാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഷോർട്ടായിട്ട് ഇത് വായിക്കാം. ഷെയറിംഗ് ഓഫ് 25% ഓഫ് LA കോസ്റ്റ്, ലാൻഡ് അക്വിസിഷൻ കോസ്റ്റ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള ഫോർ വൈഡനിങ് നാഷണൽ ഹൈവേ NH 6685 966 SH1
and NH 183 and all port connectivity projects. 25% ഈ പറയുന്ന ഈ NH-ന്റെ നമ്പറുകൾ വായിക്കുന്നവർക്കിടയിൽ പലതും ഈ NH ബിസിനസ്സിൽ മർജ് ചെയ്ത് ഒറ്റ റോഡായിട്ടുണ്ട്. അപ്പോൾ 2023 ഈ റോഡുകളുടെ പേരുകളാണ് ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷെയറിംഗ് ഓഫ് 25% ഓഫ് ലാൻഡ് അക്വസിഷൻ കോസ്റ്റ് ബൈ ഗവൺമെന്റ് 25% സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്നത്. ആ എമൗണ്ടാണ് ഈ 5000 കോടി എന്ന് പറയുന്നത്. 2, DDA agreed for funding. DDA എന്ന് പറയുന്നത് ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി, ഡൽഹി ഗവൺമെന്റ് നൽകിയതാണ്. DDA agreed for funding of UER to NH 344, NH 344P, NH 344N to the tune of 3,600 crores. 3600 കോടിയാണ് ഈ പറയുന്ന 3 ഹൈവേ വികസനത്തിന് വേണ്ടി ഡൽഹി ഗവൺമെന്റ് നൽകിയിട്ടുള്ളത്. Financial agreement was signed by NHAI on 19/4/2021. Agreement ചെയ്തു. Amounting of 2,340 crore has been deposited by DDA NHAI എന്ന് പറഞ്ഞാൽ 19/4/23 3600 കോടിയിൽ 2340 കോടി രൂപ ഡൽഹി ഗവൺമെന്റ് NHAIക്ക് ഡിപ്പോസിറ്റ് ചെയ്തു എന്ന് മന്ത്രിയുടെ ഈ രേഖകൾ പാർലമെന്റിൽ കൊടുത്ത ഈ രേഖകൾ പറയണം. മൂന്നാമത്തെ ബീഹാർ ഗവൺമെന്റ്. ശരിക്കും കേട്ടോണേ, ബീഹാർ ഗവൺമെന്റ് ഈസ് അഗ്രീഡ് 100% കോസ്റ്റ് ഓഫ് ലാൻഡ് അക്വിസിഷൻ ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് പാറ്റ്ന റിംഗ് റോഡ് ഫേസ് 1 അപ്രോക്സിമേറ്റ്ലി 106 കിലോമീറ്റർ. 106 കിലോമീറ്റർ റോഡ് ബീഹാറിൽ NHAIയെ പണിയാൻ വേണ്ടിയിട്ട് 100% ആണ് കൊടുത്തത്. 10% ആന്ധ്ര ഗവൺമെന്റ്. 7, ഒഡീഷ ഗവൺമെന്റ് കോൺട്രിബ്യൂട്ടഡ് 50% ഓഫ് ദ കോസ്റ്റ് ഓഫ് ലാൻഡ് അക്വിസിഷൻ ഫോർ ഭുവനേശ്വർ കട്ടക് ബൈപ്പാസ്, രാമേശ്വർ NH 16 ടു ഗോവിന്ദപൂർ NH 55 70.5 കിലോമീറ്റർ ആൻഡ് ഗോവിന്ദപൂർ NH 55 ടു താങ്കി NH 40 റോഡ് 400 കിലോമീറ്റർ. ഒഡീഷ ഗവൺമെന്റ് എത്ര? 50%. 8ാമത്തെ ഗവൺമെന്റ് ഓഫ് പഞ്ചാബ് കോൺട്രിബ്യൂട്ടഡ് 50% ഓഫ് ദ ലാൻഡ് കോസ്റ്റ് അക്വിസിഷൻ ഫോർ ദ നാഷണൽ ഹൈവേ ലഡോവാൽ ബൈപ്പാസ്. പഞ്ചാബ് ഗവൺമെന്റ് നൽകിയത്. 9, മധ്യപ്രദേശ് ഗവൺമെന്റ് പ്രൊവൈഡഡ് 292 ഹെക്ടർ ഫോറസ്റ്റ് ലാൻഡ് ഫോർ ദ ചമ്പാൽ എക്സ്പ്രസ് വേ 309 കിലോമീറ്റർ. 292 ഹെക്ടർ ലാൻഡ് 309 കിലോമീറ്റർ പണിയാൻ മധ്യപ്രദേശ് ഗവൺമെന്റ് പ്രൊവൈഡഡ് ഫ്രം ദ ഫോറസ്റ്റ്. ആ പൈസ ഫോറസ്റ്റ് അടച്ചിട്ട് ആ ഭൂമി വാങ്ങി അവർക്ക് മറ്റു ഭൂമി കൊടുത്തു. എന്നാൽ ഇവിടെയാണ് ഒരു ഇഞ്ച് ഭൂമി നിലമ്പൂർ ഹൈവേക്ക് തടസ്സപ്പെട്ട് കിടക്കാൻ നമുക്ക് ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. അപ്പം 289 ഹെക്ടർ ഭൂമിയാണ് ഈ പറയുന്ന മധ്യപ്രദേശ് ഗവൺമെന്റ്. 292 ഹെക്ടർ എന്ന് പറഞ്ഞാൽ 300, 600, 750 ഏക്കർ ഫോറസ്റ്റ് ഭൂമി മധ്യപ്രദേശ് ഗവൺമെന്റ് പർച്ചേസ് ചെയ്തിട്ട് ഹൈവേക്ക് വേണ്ടി കൊടുത്തു. 10, സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫ് HP ഹിമാചൽ പ്രദേശ് agreed to bear the difference between the award amount calculated as per the circle rate of 2017-18 481 crore and that as per the year 2021 320.98 crore, which is almost 1500.19 crore is Himachal section of Pinjor Badi Nalagra project. 10 സ്റ്റേറ്റിന്റെ കാര്യങ്ങളാണ് അന്ന് 2023 വരെയുള്ള ഈ ടൈം പീരീഡിൽ 10 സ്റ്റേറ്റുകൾ ഇത്രയും കോടി. ഇതിൽ ഏറ്റവും കുറഞ്ഞ പെർസെന്റേജ് കൊടുത്തത് കേരളമാണ്. 25% കൊടുത്തത്, 75% കേന്ദ്രം എടുത്തത്. ഈ 10 എന്ന് പറയുന്നത് ഡൽഹി, ബീഹാർ, കർണാടക, ആന്ധ്ര, ഒഡീഷ, മധ്യപ്രദേശ്. അപ്പോ ബാക്കിയുള്ളതൊക്കെ 50%. പഞ്ചാബ് ഗവൺമെന്റ് 100% കൊടുത്തിട്ടില്ല. ഇവിടെയാണ് ഈ കളവ് പറഞ്ഞ് കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ നിരന്തരമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ വസ്തുത കേരളത്തിലെ ജനങ്ങളൊന്നും അറിയുന്നതില്ല. ഇനി മറ്റൊരു കാര്യം, ഇപ്പൊ ഈ റോഡ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട PWD മന്ത്രി മരുമോനെ ഇവിടെ വെല്ലുവിളിച്ചത് റീൽസിനെ കുറിച്ചാണ്. ഇനിയും റീൽസ് ഇനിയും വരും. ഇതുവരെ പറയുന്നത്
പൊതുമരാമത്ത് വകുപ്പും ഞാനും എന്നായിരുന്നു പുള്ളി ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ആദ്യമായിട്ട് മുഹമ്മദ് റിയാസ് പറയുന്നത് ഞാനും സഖാക്കളും, ഞാനും ഗവൺമെന്റും, ജനങ്ങളും ഗവൺമെന്റും. ആദ്യമായിട്ടാണ് ഒരു വിഷയമുണ്ടായി, ഒരു ഹൈവേ ഇടിഞ്ഞു വീഴുമ്പോൾ അവിടെ വന്ന് ജനങ്ങളോട് സംസാരിക്കാൻ കഴിയാതെ ഒളിച്ചോടി വീട്ടിൽ 2 ദിവസം വാതിലടച്ചിട്ടിരിക്കുന്നു. എന്തേ കേന്ദ്ര ഗവൺമെന്റിന് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല മന്ത്രി? എന്താ പറയാൻ കഴിയാത്തത്? എന്തേ ആ കോൺട്രാക്ടർക്ക് കേന്ദ്രത്തിന് ഒരു വാക്ക് പറയാൻ ധൈര്യമില്ലാത്തത്? എന്തുകൊണ്ടാണ് പറയാൻ കഴിയാത്തത്? കോടികൾ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, ഇപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും വലിയ അഴിമതി, ഒരു പക്ഷെ കേരളം കണ്ട നാഷണൽ ഹൈവേയിലെ ഏറ്റവും വലിയ അഴിമതി നടന്ന ഒരു കാലഘട്ടം ഇത് തന്നെയായിരിക്കും. പിന്നെ എന്താ പുള്ളി പറയുന്നത്? ഞങ്ങൾക്ക് ഇതിലൊരു ഉത്തരവാദിത്വമില്ല. ആ തൊട്ട് ക്ഷാവരെ കേന്ദ്ര NHAI കേന്ദ്രമാണെന്നാ പറഞ്ഞത്. എന്നാൽ ആ പറഞ്ഞവർക്ക് ഇതില് നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ടില് 210 പേജോടെ ഞങ്ങൾ തരാം. ഇതില് പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നത് ദേശീയപാത 66 പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുന്നു. എല്ലാ റീച്ചുകളും കരാറുകാരെ നിശ്ചയിച്ച പ്രവർത്തനങ്ങളിലേക്ക് കടന്നു. 25ഓടെ ദേശീയപാത വികസനം പൂർത്തിയാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. കരാറുകാരെ നിശ്ചയിക്കുന്നതിൽ വരെ ഇവരിടപെട്ടിട്ടുണ്ട്. ഈ 210ാമത്തെ പേജിലായി പറയുന്നത് പ്രോഗ്രസ് റിപ്പോർട്ടുണ്ട്. ഇവിടെ ഉണ്ട് 210 പേജ്. നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾക്ക് കോപ്പി എടുക്കാം. ഇതാണ് പ്രോഗ്രസ് റിപ്പോർട്ട്. പ്രോഗ്രസ് റിപ്പോർട്ടിനെ കുറിച്ച് ബാക്കി നമുക്ക് പറയാം, ഇന്ന് തന്നെ പറയാനുണ്ട്. അപ്പോ റീൽസ് എടുക്കുന്ന വിഷയം, ഞാൻ റീൽസ് എടുക്കുന്നതില് 2 മിനിറ്റുള്ള 4 റീൽസിന് 39 ലക്ഷത്തി ചില്ലാനം 39,64,800 രൂപ ചെലവഴിച്ചു ടൂറിസം വകുപ്പ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ആ ഡീറ്റെയിൽസ് പോസ്റ്റ് ചെയ്തപ്പോൾ അതിന്റെ പിന്നിൽ കുറേ കമന്റുകൾ വന്നിരുന്നു. അപ്പോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, പച്ചക്കള്ളമാണെന്ന് പറഞ്ഞത്. ഇതില് ആ ഗവൺമെന്റിന്റെ ഓർഡറാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ, ആ കോപ്പിയാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഒന്ന് ചുരുക്കി വായിക്കാം. വിനോദസഞ്ചാര വകുപ്പ് വർക്കിംഗ് ഗ്രൂപ്പ് 2025-26 പ്രൊമോഷൻ ആൻഡ് മാർക്കറ്റിംഗ് കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റി 2025-26 എന്ന പദ്ധതിക്ക് ഭരണാനുമതി നൽകി ഉത്തരവ് നൽകുന്നു. വിനോദസഞ്ചാര വകുപ്പ് സി വകുപ്പ് പരാമർശം 3/2019 ടൂറിസം തീയതികൾ പറയുന്നുണ്ട്. ഈ ഉത്തരവ് കേട്ടത് ഒക്കെ നിങ്ങൾക്ക് വായിക്കാം. കേരളത്തിലെ ഉത്തരവാദിത്ത ടൂറിസം പ്രവർത്തനങ്ങൾ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി 2017 രൂപീകൃതമായതാണ് ഉത്തരവാദിത്ത ടൂറിസം. ഉത്തരവ് അന്വേഷണം ഉണ്ടാക്കിയാണ് ഉത്തരവാദിത്ത ടൂറിസം. ആ ഉത്തരവാദിത്തം എങ്ങോട്ടാ പോകണമെന്നുള്ളത് വായിക്കുമ്പോൾ മനസ്സിലാവും. ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ പ്രവർത്തനങ്ങൾ സംസ്ഥാനമൊട്ടാകെ വ്യാപിപ്പിക്കുന്നതിനും അതിന്റെ ഗുണഫലങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനും ഗ്രാമീണ വികസനത്തിനും ദാരിദ്ര്യ ലഘൂകരണത്തിനും സ്ത്രീ ശാക്തീകരണത്തിനുമുള്ള ഉപാധിയായി ടൂറിസത്തെ മാറ്റിയത് നല്ല ലക്ഷ്യമാണ്. എന്താ സംഭവിച്ചതെന്നുള്ളത് വായിക്കുമ്പോൾ മനസ്സിലാവും. കേരളത്തിലെ റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റി പ്രചരണത്തിനും വിപണനത്തിനും കൂടുതൽ കേന്ദ്രീകരിക്കണമെന്ന് വിവിധ യോഗങ്ങളിൽ ഗവേണിംഗ് ബോഡി തീരുമാനിക്കപ്പെട്ടു. പ്രൊമോഷൻ ആൻഡ് മാർക്കറ്റിംഗ് കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റി 2025-26 എന്ന പദ്ധതിക്ക് 2 കോടി രൂപ മാത്രം രൂപയുടെ ഭരണാനുമതി നൽകണമെന്ന് അഭ്യർത്ഥിച്ചു. പദ്ധതി പ്രപ്പോസൽ പരാമർശം 3 പ്രകാരം വിനോദസഞ്ചാര വകുപ്പ് ഡയറക്ടർ വകുപ്പ് തല വർക്കിംഗ് ഗ്രൂപ്പ് വിഭാഗം അവതരിപ്പിക്കുകയുണ്ടായി. അവതരിപ്പിച്ചുകൊണ്ട് കൊടുത്തു. ഇനി എന്തിനാ കൊടുത്തത് നിങ്ങൾ കേട്ടോ. പദ്ധതിയുടെ ഘടകങ്ങൾ ചുവടെ ചേർക്കുന്നു. ക്രമ നമ്പർ 1 പ്രൊജക്ടുകൾ പ്രവർത്തനങ്ങൾ പ്രതീക്ഷിക്കുന്ന ചെലവ്. പ്രചരണ വീഡിയോകൾ 2 മിനിറ്റ് വീഡിയോ 4 എണ്ണം അംഗീകൃത ഏജൻസികളെ കൊണ്ട് ചെയ്യിക്കുന്നതിന് 36,64,900 കൈ വാങ്ങിപ്പോയതാണ്. ഇവിടെ നിങ്ങളൊക്കെ റീല് നിയമിക്കുന്നതാണ്. 10ാം ക്ലാസ്സിലെ കുട്ടികളും 5ാം ക്ലാസ്സിലെ കുട്ടികളും റീൽ ഉണ്ടാക്കുന്ന കാലമാണ്. ഏറ്റവും വലിയ വീഡിയോ എടുക്കണമെങ്കിൽ ചെലവ് നിങ്ങൾക്കറിയാം. 50,000 1 ലക്ഷം വലിയ പ്രൊഫഷണൽസിനെ വെച്ച് എടുക്കുമ്പോൾ വെറുതെ കൊടുക്കുന്ന പൈസയാണ്. അവിടെയാണ് വെറും 2 മിനിറ്റുള്ള ടൂറിസം പ്രോജക്റ്റിന്, അതും 1 2 3 4 വീഡിയോ 39,64,800 രൂപ. ടൂറിസം മന്ത്രി ഈ പണം എങ്ങോട്ടാണ് പോയിട്ടുണ്ടാവുക, ഈ റീലിന് എത്ര ചെലവ് വരിക എന്നുള്ള കേരളത്തിൽ ജനങ്ങൾക്കറിയാം. സഖാക്കൾ ഈ കൈകൊട്ടിയിട്ട് ഇവിടെ പ്രൊമോട്ട് ചെയ്യുമ്പോഴേ, പ്രിയപ്പെട്ട എന്റെ സഖാക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കേണ്ടി വന്നിട്ടാ എനിക്കിന്ന് ഇവിടെ ഈ ഇരിക്കേണ്ടി വന്നത്. ഇത് തന്നെയായിരുന്നു ഞാൻ അന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്.
ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞു. അതിന്റെ ജീവിക്കുന്ന തെളിവാണ്. ഇനി അടുത്തതിലേക്ക് പോയിക്കോ നിങ്ങൾ. ഒന്ന്. രണ്ടാമത് WTM ലണ്ടൻ, സ്റ്റേറ്റ് ഡൽഹി, OTM മുംബൈ ഉൾപ്പെടെയുള്ള, അതായത് ഡൽഹി മുംബൈ ഉൾപ്പെടെയുള്ള വിവിധ മേളകളിൽ പങ്കെടുക്കുന്നതിന് ഒരാൾക്ക് യാത്ര, താമസം, ഭക്ഷണ ചെലവുകൾ, മറ്റ് അനുബന്ധ ചെലവുകൾ, ബ്രാൻഡിങ്, മാർക്കറ്റിംഗ് എന്നിവ ഉൾപ്പെടെ 20 ലക്ഷം. ബോംബെക്കും ലണ്ടനക്കും ഇതിനോടെ മുംബൈ ഒറ്റ വിമാനം കയറിയിട്ട് ഇവിടെ നിന്ന് ബോംബെ വരെ പോയി, അവിടുന്ന് ഡൽഹി പോയി, അവിടുന്ന് ലണ്ടനിക്ക് പോകാൻ, ദുബായിക്ക് പോകുന്ന പൈസ ഇല്ല ലണ്ടനിക്ക്. ഇവിടെ പോകുന്ന വിദ്യാർത്ഥികൾക്ക് അറിയാം 20,000 22,000 റുപ്യാണ് ഒരു ടിക്കറ്റ് പരമാവധി ചെലവ്. ചിലപ്പോൾ 15,000 കിട്ടാറുണ്ട്. പിന്നെ മാക്സിമം കുട്ടികൾ 25,000 കുട്ടിക്കോ. അപ്പ് ആൻഡ് ഡൗൺ ഡൽഹി ലണ്ടനിൽ പോയി വരാൻ 50,000 റുപ്യന്റെ ടിക്കറ്റ് ചെലവ് വരും. 2 ദിവസം താമസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ $100 റൂമിന് കൂട്ടിക്കോ 8,000 റുപ്യ. 2 ദിവസത്തിന് 16,000 റുപ്യ. 50 16 66,000 റുപ്യ. പിന്നെ ഈ പോണ പോക്കിൽ ഡൽഹി വഴി പോകണമെങ്കിൽ ഒരു 50,000 അതിനും കൂട്ടിക്കോ. ഒരു 1.5 ലക്ഷം 2 ലക്ഷം. ഈ അത്യാവശ്യം സ്മോളൊക്കെ അടിക്കണമെന്നാണെന്നുണ്ടെങ്കിൽ നല്ല വില കൂടിയ ബ്രാൻഡ് കിട്ടും ലണ്ടനിലൊക്കെ. അതും അടിച്ചോട്ടെ. അതിനൊരു 10,000 വെച്ചു. എന്താ എത്ര വരിക? ലാവിഷായിട്ട് പോയി വന്നാൽ 3-4 ലക്ഷം. ലാവിഷായിട്ട് അടിച്ചു പൊളിച്ചിട്ട് വലിയ മലയാളിമാരൊക്കെ പോണ പോലെ പോയി വരണമെങ്കിൽ 20 ലക്ഷം പറ്റും. പോയ ആളെ പേരൊന്നുമില്ല, ഒരാൾക്ക്. അതേത് മേളയായിരുന്നു? ഇതാണോ നിങ്ങൾ വായിച്ച WTM ലണ്ടൻ എന്തൊരു മേളയാണ്. SATTE ഡൽഹി, OTM മുംബൈ, 3 മേളന്റെ പേരാണ്. ഇതൊക്കെ ഒറ്റ അറിയുള്ളൂ. ഉൾപ്പെടെ വിവിധ മേളകളിൽ പങ്കെടുക്കുന്നതിന് ഒരാൾക്ക് യാത്ര, താമസം, ഭക്ഷണ ചെലവുകൾ 20 ലക്ഷം. ഇവരെ അനിയന്മാരും പോയിട്ടുണ്ടാവും ചിലപ്പോ. അതല്ലേ യൂസുഫ് അലിക്ക് പോവുകയാണെങ്കിൽ വരും. MA യൂസുഫ് അലി സാഹിബിനെയാണ് ഈ ഗവൺമെന്റ് ഇതിനെ ഡെപ്യൂട്ടി ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ സ്ഥലത്ത് കൂടെ പോയി തരാൻ അല്ല, സഖാക്കൾ കൈവിട്ടട്ടെ, പ്രൊമോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കട്ടെ. ഇപ്പൊ നമ്മളാ ഈ ജാഥ വന്നല്ലോ, എന്താണ് ആശാ വർക്കേഴ്സിന്റെ ആ ജാഥ വന്നപ്പോ ആ ജാഥയിൽ പങ്കെടുക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റിയിൽ പോയിരുന്നു. ഒരു സഹോദരൻ എനിക്കൊരു വീഡിയോ കാണിച്ചില്ല, ആരവർക്ക് അയച്ചു കൊടുത്ത ബഹുമാനപ്പെട്ട PWD മന്ത്രിയുടെ ഷർട്ടുകൾ. അദ്ദേഹം മന്ത്രിയായ 2021 മന്ത്രിയായി ഈ മാർച്ച് 31 വരെ അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിലെ വീഡിയോസ്, ഫോട്ടോസ് അയാൾ എന്താ പറയാ ഒരു പ്രവർത്തകൻ ആരെ പകർത്തിയെടുത്തണ്ട അവർക്ക് അയച്ചു കൊടുത്ത 386 ഷർട്ട് നമ്പർ ഇട്ടിട്ട് അങ്ങനെ സ്ക്രോൾ ചെയ്ത് വീഡിയോ ഇട്ട് കാണുന്നു. ആ സഹോദരന്മാർക്ക് ഞാൻ അയച്ചു കൊടുത്താണ്. മമ്മൂട്ടിക്ക് ഉണ്ടാവുമോ? ഇത് പറയാൻ പറ്റി മനുഷ്യന്റെ അടുത്ത്? ആ പാവങ്ങൾ 100 റുപ്യ ചോദിക്കുന്നു. 100 റുപ്യ ഇത് കൂട്ടിത്തരുമോ? അരി വാങ്ങാനും കുട്ടികൾക്ക് മരുന്ന് വാങ്ങാനും കുട്ടികൾക്ക് സ്കൂളിൽ ബാഗ് വാങ്ങാൻ അത് നടക്കൂല. നിങ്ങൾ 7,000 കൊണ്ട് ജീവിച്ചോളണം. അവിടെയാണ്, അതാണ് മാറ്റം. തൊഴിലാളി വർഗ പാർട്ടി എവിടെ എത്തി? ഇനിയും സാധാരണക്കാർക്ക് നേരം എടുത്തിട്ടില്ലേ? ആരുടെ കയ്യിലാണ് നിങ്ങൾ കൊണ്ടേ കൊടുത്തത്? 20 ലക്ഷം റുപ്യ കഴിഞ്ഞില്ല. ഈ മൂന്നാമത്തത് ബേപ്പൂർ പ്രിന്റഡ് ബ്രോഷർ, ബേപ്പൂർ സർഫിംഗ് പ്രൊമോഷൻ വീഡിയോ, ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് പ്രൊമോഷൻ വീഡിയോ 13,48,000. 13,48,756. നിങ്ങളിതിന് വിവരാവകാശ പ്രകാരം ഇതിന്റെ ഡീറ്റെയിൽസ് എടുക്കണം. ഈ 20 ലക്ഷം ചെലവാക്കി 4 ദിവസം ലണ്ടനിൽ പോയത് ആരാന്നുള്ളത് നിങ്ങൾ ഇതാ അങ്ങനത്തെ എഴുതിക്കും. ഇതിൽ പങ്കെടുക്കാൻ ഒരാൾക്ക് യാത്ര, ഒരാൾക്ക് യാത്ര താമസം. ഇനി പ്രധാനപ്പെട്ട RT ഡെസ്റ്റിനേഷനുകളിൽ QR കോഡുള്ള സൈൻ ബോർഡ് വെക്കാൻ. ഈ ബേപ്പൂർ ചെലവാണെങ്കിൽ എത്ര പ്രൊമോഷൻ വേണ്ടിക്ക് ചെലവാക്കി? 39,64,000. ഞാൻ കോപ്പി തരാൻ നമ്മൾ ടൈമുണ്ടല്ലോ. ഇനി അതുകൊണ്ട് പ്രധാന RT എന്താണ്? ഈ RT എനിക്ക് മനസ്സിലായില്ല. റെസ്പോൺസിബിൾ ടൂറിസ്റ്റ്. റെസ്പോൺസിബിൾ അതുപോലെ ടൂറിസം കേന്ദ്രങ്ങളിൽ വെക്കാൻ. പ്രധാന റെസ്പോൺസിബിൾ ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ QR കോഡുള്ള സൈൻ ബോർഡ് വെക്കാൻ. പ്രധാന സാധനമല്ലേ? 50 റുപ്യ 100 റുപ്യ എത്ര ആ സാധനം ഉണ്ടാക്കി എത്ര വരും? 2,000 കൂടി വലുതാണെങ്കിലും. അപ്പോ സാധാരണ നമ്മൾ ഈ വെക്കുന്നതിന്റെയൊക്കെ മുകളിൽ വെക്കുന്ന സാധനം ഉണ്ടല്ലോ, 150 റുപ്യയുടെ സാധനം. വലിയ ഹോളി വെക്കുകയാണെങ്കിൽ പറഞ്ഞാൽ അറിയുണ്ടായതൊക്കെ വരും.
ആ സാധനത്തിന് പ്രധാന ആർക്കി ഡെസ്റ്റിനേഷൻ എത്ര എണ്ണാവുന്നില്ല കേട്ടോ. പ്രധാന ആർക്കി ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു 100 കൂട്ടിക്കോ പരമാവധി, കുറക്കണ്ട. QR കോഡുള്ള സൈൻ ബോർഡാണ് വരുന്നത്. 20 ലക്ഷം കൊടുത്തത് TV എന്നവരുടെ അടിച്ചിനൊക്കെ നടക്കാൻ കേട്ടോ. സർക്കാരിന്റെ രേഖയാണ്. കേരള റെസ്പോൺസിബിൾ ടൂറിസം 5 മിഷൻ സൊസൈറ്റിയുടെ ന്യൂസ് ലെറ്റർ തയ്യാറാക്കുന്നതിന് 4 പ്രസിദ്ധീകരിക്കുന്നു. കടച്ചവന്റെ 13,21,600 4 ന്യൂസ് ലെറ്റർ 4 പേജിൽ ബുക്ക് ചെയ്യും. ഇതിന്റെ സ്വർണം കൊണ്ട് അടിച്ചത് ഇതിന്റെ പേജ് സ്വർണ്ണാണോ? 13,21,600 രൂപ 4 എണ്ണത്തിന്. എന്റെ സഹാക്കളും കൂടി ഒന്ന് പരിശോധിക്കും, ഒന്ന് ദയവായി പരിശോധിക്കും. പിന്നെ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഇന്ത്യൻ റൂറൽ അഗ്രി ടൂറിസം കോൺക്ലേവ്. റൂറൽ ഗ്രാമീണ അഗ്രി കാർഷിക മേഖലയുടെ എന്താണ് കോൺക്ലേവ് കാരണം എന്താ? കുറെ മക്കളും ചേർന്നും കൂടെക്കിഴങ്ങും ഈ പറയുന്ന 3 കൊല്ലം കൊണ്ട് കഴിക്കുന്ന മാവ് 2 കൊല്ലം കൊണ്ട് കഴിക്കുന്ന ചക്കന്റെ കുറെ തയ്യൊക്കെ പാടെ കൊണ്ടുപോയി വെക്കാനേ 2 ദിവസത്തിന് 54,54,936 രൂപ 2 ദിവസത്തെ കാർഷിക വിപണന മേളക്ക്. നിങ്ങൾ ആലോചിക്കും, കേരളത്തെ ജനങ്ങൾ ആലോചിക്കട്ടെ. എനിക്ക് തലക്ക് ഭ്രാന്തായിട്ടല്ല ഈ നടക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ഹൃദയം പൊട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത്, മനസ്സിലായില്ലേ? ഇത് ആവർത്തിക്കാണ് കൊള്ളയടി. അതായത് 6ാമത്തെ ഐറ്റം 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഇന്ത്യൻ റൂറൽ അഗ്രി ടൂറിസം കോൺക്ലേവ് 54,54,936 നല്ല ഫിഗറുകളാണ്. 2020 ഏപ്രിൽ 18 മുതൽ കോഴിക്കോട് നടക്കുന്ന സരക്ക് മേളയിൽ സ്റ്റാൾ ചെയ്യാൻ അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏപ്രിലിൽ എത്രയായിരുന്നു? 18 മുതൽ ഇപ്പൊ കഴിഞ്ഞത്. ഇവിടെ കുറെ ഫോട്ടോ വീഡിയോ റീലൊക്കെ വിട്ടീനല്ലോ. സരസ് മേള എന്തോ ഒരു രസം കേൾക്കാൻ പേര് ചെറിയ പൈസയുള്ളൂ. സരസ് മേളയിൽ എന്താണ് നടക്കുന്ന? സരസ് മേളയിൽ സ്റ്റാൾ ചെയ്യാൻ റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ ഒരു സ്റ്റോള്. നിങ്ങളൊക്കെ ഈ എക്സിബിഷനുമായിട്ട് സ്റ്റോൾ ഇടുന്നുണ്ടല്ലോ. ഈ റൂമിന്റെ പകുതി ഉണ്ടാവും, ഒരു 100 സ്ക്വയർ ഫീറ്റ്. മറ്റേ ഇവന്റ് മാനേജ്മെന്റുകാർ വന്നിട്ട് ഒരു മറ്റേ ഷീറ്റ് കെട്ടി അതിൽ കുറച്ച് വീഡിയോസും ഫോട്ടോസും ലൈറ്റൊക്കെ ഇട്ട് തരും. അതിന് 23,80,593 23,80,593 ഉറുപ്പിക 100 സ്ക്വയർ ഫീറ്റ് സ്റ്റാൾ ഇടാൻ. ഇത് പറയണോ പറയണ്ടേ? നിങ്ങൾ ആലോചിക്കും. എന്നിട്ട് ഇങ്ങനെ 300 ജില്ലാ കുപ്പായിട്ട് നടക്കുക അല്ലേ? ഈ 8ാമത് കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റി സക്സസ് സ്റ്റോറി ബുക്ക് മലയാളം. അതായത് മൂപ്പരുണ്ടാക്കിയ ടൂറിസത്തിന്റെ സക്സസിനെ കുറിച്ചുള്ള സ്റ്റോറി ബുക്ക് മലയാളം ഇംഗ്ലീഷ്. കണ്ടന്റ് വൈൻഡ് ചെയ്യല്ലോ. എന്താ വൈൻഡ് ചെയ്ത് ആ പ്ലാസ്റ്റിക്കിന്റെ സാധനം എങ്ങനെ ആ മുട്ടുകൂടെ ചുറ്റുന്ന ആണ് വൈൻഡ് ചെയ്യും. അതിനൊക്കെ പൈസയാണ്. മലയാളം ഇംഗ്ലീഷ് കണ്ടന്റ് പ്രിന്റിംഗ് ഉൾപ്പെടെ 500 കോപ്പി കേട്ടോ. 15,29,287. റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റി സക്സസ് സ്റ്റോറി. സക്സസ് സ്റ്റോറി അറിയേണ്ട സ്റ്റോറി 15,29,000. ആകെ തുക 2 കോടി രൂപ. ഒരു പൈസക്ക് വ്യത്യാസം അങ്ങോട്ട് കിട്ടില്ല. 2 കോടി 1,12,000 അല്ലെങ്കിൽ 1,99,00,000. 2 കോടി എന്ന് പറയില്ലല്ലോ. അങ്ങനെ ചെയ്താൽ മതിയല്ലോ. അത് ഉപദേശം എടുക്കാൻ ആരും ഉണ്ടായില്ല. ഏത് പെട്ടെന്ന് നമ്മൾ 2 കോടി എന്ന് പറയുമ്പോൾ സ്ട്രൈക്ക് ചെയ്യും. ബാറ്റിന്റെ ഒക്കെ ചെരുപ്പിന്റെ ഒക്കെ വരാണ്ടിട്ട് 299 100 രൂപ എന്ന് പറയുമ്പോൾ വലുത് തോന്നും. അപ്പൊ ഇതാണ് 2ാമത്. ഇതൊക്കെ നിങ്ങൾ ഈ രേഖകളൊക്കെ നിങ്ങൾക്ക് തരാനുണ്ട. ഇനി നമുക്ക് പറയാനുള്ളത് ജൂദാസും വഞ്ചകനൊക്കെ ഉണ്ട്. നമുക്ക് പറയാം. പ്രോഗ്രസ് റിപ്പോർട്ട് ഇവിടെ ഉണ്ട്. ഈ 210 പേജ് 211. പിന്നെ TV Anwar
2000 കോടിയുടെ വികസനമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. PV അൻവർ ജനവഞ്ചകനാണ്. ഇതാണല്ലോ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ച. അപ്പൊ PV അൻവർ എന്തുകൊണ്ട് ഈ പറയുന്ന രാജിവെച്ചു എന്നുള്ളത് നമ്മൾ വിസ്തരിക്കപ്പെട്ടാണ്. ഇനി നിലമ്പൂരിന്റെ വികസനമാണ്. നിലമ്പൂരിൽ 2016 ഞാൻ MLA ആണ്. 2017-18 കിഫ്ബി വരുന്നത്. വലിയ സഹായം എനിക്ക് ഗവൺമെന്റിൽ നിന്നും പാർട്ടിയിൽ നിന്നും കിട്ടിയിട്ടുള്ളൊരു സ്ഥലമില്ല. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ 2021-26 ആണല്ലോ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാണല്ലോ 5 മാസം മുമ്പേ രാജിവെച്ചത്. ഈ 21 ശേഷമുള്ള 3.5 കൊല്ലം നിലമ്പൂരിലെ സകലമാന വികസനങ്ങളും തടസ്സപ്പെടുകയാണ്. എങ്ങനെയാണ് തടസ്സപ്പെടുന്നത്? ആരെങ്കിലും ഒന്ന് തടസ്സപ്പെടുത്തണമല്ലോ. ആ തടസ്സപ്പെടുന്നതും എനിക്ക് ഒരു 2 കൊല്ലം കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്. അതിനൊരു കാരണമുണ്ട്. ശ്രീ മുഹമ്മദ് റിയാസിന്റെ ആവിർഭാവത്തിന് ശേഷം അദ്ദേഹം കേരളത്തിലെ മന്ത്രിസഭയിലേക്ക് കടന്നു വരുന്നതിന് ശേഷമാണ് നിലമ്പൂരിലെ ഏതൊക്കെ വികസനം തടസ്സപ്പെട്ടിട്ടുണ്ടെന്ന് ഞാനിപ്പോ നമ്മളെ ഷോർട്ടായിട്ട് പറയുന്നുണ്ട്. ഇതിന്റെ ഒക്കെ തടസ്സം ഈ പറയുന്ന മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് എനിക്ക് ഞാൻ തിരിച്ചറിയാം. വ്യക്തിപരമായി പോയിട്ട് ഞാൻ പല കാര്യങ്ങൾ അദ്ദേഹത്തോട് അന്നത്തെ ബന്ധം വെച്ച് റിക്വസ്റ്റ് ചെയ്യുന്നു. പൂവമ്പഴം കൊണ്ട് കഴുത്തറുക്കുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. കത്തി കൊണ്ട് കഴുത്തറുത്താൽ എല്ലാവർക്കും മനസ്സിലാവും, ആള് മരണപ്പെടും, രക്തം വരും. പക്ഷെ പൂവമ്പഴം വെച്ചിട്ട് കഴുത്തറക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. ഇപ്പൊ പഴയ പ്രയോഗ പണ്ടത്തെ ആൾക്കാരുടെ ആ പണിയായിരുന്നു എനിക്കിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, എന്തിനു പഠിച്ചത് ഈ ചെന്നാൽ ഇങ്ങനെ പ്രയാസത്തിലാക്കുന്നത്? എനിക്കതിന് ഉത്തരം കിട്ടിയില്ല. ഞങ്ങൾ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം പ്രത്യക്ഷത്തിലില്ല. പിന്നീട് ഞാൻ ചില ചർച്ചകൾ ചില ആളുകളുമായി നടത്തിയപ്പോഴാണ് പറഞ്ഞതെന്താ, ഞാനന്ന് കടന്നൽ രാജ്യമാണ്. CPM-ല് യുവാക്കളുടെ ഇടയിൽ, വിദ്യാർത്ഥികളുടെ ഇടയിൽ, സൈബർ സഖാക്കളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള എന്താ പറയാ പിന്തുണ എനിക്ക് കേരളത്തിലൊട്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് അറിയുന്നതാണ്. എവിടെ പോയാലും സഖാക്കൾക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, സ്നേഹമാണ്. അപ്പൊ മലബാറിൽ നിന്ന് വരാനുള്ള ഭാവിയിൽ അവന്റെ കണക്കൂട്ടലാണ്, എന്റെ കണക്കൂട്ടലല്ല. അദ്ദേഹത്തിന്റെ മുന്നേറ്റത്തിന് ഒരു തടസ്സമായിട്ട്, ഒരു കണ്ണിലെ കരടായിട്ട്, ഒരു കാലിൽ തടയുന്ന ഒരു സാധനമായിട്ട് വലുതാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അൻവറിനെ വെട്ടണം, അൻവറിനെ തടുക്കണം. ആകെ വെട്ടി നിരത്തിയല്ലോ. ഇപ്പൊ മരുമാന് വേണ്ടിയിട്ട് എന്തൊക്കെ നടന്നു? കണ്ണൂരിലെ എല്ലാ ജയരാജന്മാരും മുക്കിലാക്കിയില്ല. ഇപ്പൊ ഒരു സെക്രട്ടറിയാണ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാലോ എവിടെ വന്നത്. കോഴിക്കോട് എന്താ ചെയ്തത്? കോഴിക്കോട് ആദ്യം സഖാവ് വിളംബരം കരീമിനെ വെട്ടി മൂലക്കാക്കി സൈഡാക്കി. നിങ്ങൾ അറിയാൻ ഇപ്പൊ കാണാറുണ്ടോ? അതിന് ചെറിയ സഹായം ആളുകൾ എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രവൃത്തി ഇന്നത് തെളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ PV അൻവറിനെ തടയണം. PV അൻവറിന് പേര് കിട്ടാൻ പോകുന്ന ജനങ്ങളുടെ കയ്യിൽ സ്വാധീനിക്കുന്ന എല്ലാ പദ്ധതികൾക്കും തടസ്സം സൃഷ്ടിച്ചു. അതിലെ ഒന്നാമത്തതാണ് നിലമ്പൂർ ബൈപ്പാസ്. ആ ബൈപ്പാസ് 10-20-30 കൊല്ലമായി അങ്ങനെ കിടക്കുകയാണ്. 8 കൊല്ലം ഞാൻ നിരന്തരമായി എന്റെ 2 PM-മാർക്ക് ഇത് മാത്രമാണ് പണിയുണ്ടായിരുന്നത്. പക്ഷെ പൈസ കിട്ടില്ല. ഓരോ ബഡ്ജറ്റ് വരുമ്പോഴും അത് പ്രഖ്യാപനം ഉണ്ടാവും. ഇന്നും അവിടെ 500 കുടുംബങ്ങൾ നരകയാതന അനുഭവിക്കുക. ഈ 21-26 തീർക്കാൻ കഴിയുമെന്ന പദ്ധതി അവിടെ നടത്തി, പല സമരങ്ങൾ വരെ നടത്തി. അവസാനം ഇവരൊരു ആവശ്യം ഉന്നയിച്ചു. അവർക്ക് ഒന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണണമെന്ന് അവരെയും കൂട്ടിയിട്ട് തിരുവനന്തപുരത്ത് പോയി. മുഖ്യമന്ത്രിയെ കാണാൻ 50 കുടുംബങ്ങൾ തിരുവനന്തപുരത്ത് വന്നു. മുഖ്യമന്ത്രിക്ക് കണ്ടു, അതിന്റെ റെപ്രസെന്റേഷൻ കൊടുത്തു. അന്ന് വൈകുന്നേരം നിലമ്പൂർ LC സെക്രട്ടറി ഹരിയുടെ ഫേസ്ബുക്ക് പോലുള്ള ഫോട്ടോ ആണ്. ആ മുഖ്യമന്ത്രിക്ക് ഇവർ കൊടുക്കുന്ന പരാതിയുടെ ഫോട്ടോ വെച്ചിട്ട് അടിക്കുറിപ്പം എന്താ അറിയാം അദ്ദേഹത്തിന്റെ, ഈ സാധുക്കളെ കൊണ്ടുപോയി പറ്റിച്ചതാരാണ്? പാർട്ടിയുടെ നിലമ്പൂരിലെ ലോക്കൽ സെക്രട്ടറിയാണ്. ഞാനിത് കണ്ട അന്തം വിട്ടു. അപ്പൊ പൂർണ്ണമായിട്ടും ആ ഓപ്പറേഷൻ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ മുഹമ്മദ് റിയാസിന് വേണ്ടി PV അൻവറിനെ വെട്ടാനാണ് ഈ എന്താ പറയുക നിലമ്പൂർ ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, കേരളത്തിലെ തമിഴ് കർണാടക റോഡിനെ ഇന്റർവ്യൂ ചെയ്യുന്ന ലക്ഷക്കണക്കിന് പോകുന്ന ആളുകൾ ഇന്നും ആ കഷ്ടപ്പാടിൽ നിൽക്കുക.
ആ പ്രോജക്റ്റിന്റെ നടുമുറിച്ചു മുഹമ്മദ് റിയാസ്. നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് 2011-15-16 ഗവൺമെന്റിലെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അവസാനിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൽ 14 ഗവൺമെന്റ് കോളേജുകൾ പ്രഖ്യാപിച്ചിരുന്നു. അന്ന് ശ്രീ ഹരിഹരൻ മുഹമ്മദ് നിലമ്പൂർ മണ്ഡലത്തിലേക്ക് കിട്ടിയ കോളേജാണ് ഗവൺമെന്റ് കോളേജ്. അതിന്റെ ഇംപ്ലിമെന്റേഷൻ വരുന്നത് ഞാൻ വന്നതിന് ശേഷം 13 കോളേജും പൂർത്തിയായി. കുട്ടികൾ കോളേജിൽ സുഖമായിട്ട് പഠിക്കുക. നിലമ്പൂരിലെ കോളേജിൽ 3ാമത്തെ വാടക കെട്ടിടത്തിലാണ്. പൈസ ഇല്ല, സ്ഥലം ചൂണ്ടിക്കാണിച്ചിട്ട് അതിന്റെ പണി നടക്കില്ല. ഇന്ന് വരെ അത് പൂർത്തിയാക്കാൻ സമ്മതിക്കില്ല. ജനങ്ങൾക്ക് അറിയുള്ള കേസാ. എവിടെയാ തടസ്സം? ആ ഫയല് കാണൂല. പോയാൽ ആ ഫയലോടൊന്ന് മുമ്പും വലിക്കും. നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റൽ ഈ പ്രദേശത്തിന്റെ ആകെ, ഈ കിഴക്കൻ ഏറനാടിന്റെയും നിലമ്പൂരിന്റെയും ഈ പറയുന്ന തൊട്ടടുത്ത എന്താ പറയാ മലയാളികൾ താമസിക്കുന്ന ഗൂഡല്ലൂർ ഉൾപ്പെടെ വയനാടിലെ SC/ST ഉൾപ്പെടെ എല്ലാവരും ഈ പ്രദേശത്തെ സമീപിക്കുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രി. 100 കോടിയാണ് നാഷണൽ ഹെൽത്ത് മിഷൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പ്രപ്പോസ് ചെയ്യുന്നത്. സ്ഥലമില്ല. 3 ഭാഗം റോഡാണ്, 1 ഭാഗം സ്കൂളാണ്, 2 ചില്ലാനം ഏക്കർ സ്ഥലമാണ്. അതിൽ 1 ഏക്കർ സ്ഥലം സ്കൂളിന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ PTA തീരുമാനിച്ചു. കസ്റ്റോഡിയൻ എന്ന നിലക്ക് മുനിസിപ്പാലിറ്റി NOC തന്നു. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു, ജില്ലാ പഞ്ചായത്ത് റെക്കമെൻഡ് ചെയ്തു. ആ ഫയൽ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെയും ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലൂടെ കിടക്കുന്നു. തന്നില്ല. ആകെ 300 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ആ കുട്ടികളെ തൊട്ടടുത്ത സ്കൂളിലേക്ക് മാറ്റാനുള്ള പ്രപ്പോസൽ കൊടുത്തു. MLA ഫണ്ടിൽ നിന്ന് ഫണ്ട് കൊടുത്ത അവിടെ ബിൽഡിംഗ് കെട്ടിക്കിടക്കുക, കാലിയായി കിടക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് സൗകര്യം കിട്ടുന്ന ആ ഒരു പ്രൊജക്ടിന് ആരാ തടുത്തത്? ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോട് ഞാൻ സംസാരിക്കും. അവര് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്, കാരണം ഈ സ്ഥലം വിട്ടു വെക്കണമെങ്കിൽ എന്റെ ക്ലിയറൻസ് കിട്ടണം, ഞാൻ എന്ത് ചെയ്യും MLA എന്ന് ചോദിക്കും ആരോഗ്യമന്ത്രി. സത്യമാണ്. എന്നെ തോൽപ്പിക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നും കഷ്ടപ്പെടുക. അവസാനം ഒരു കാർഡിയാക്ക് ഡിവിഷൻ തുടങ്ങാൻ MLA ഫണ്ടിൽ നിന്ന് 1.5 കോടി രൂപയോളം കൊടുത്തു. ആ മെഷീനുകൾ മുഴുവൻ അവിടെ കിടക്കുക. ഒരു പോസ്റ്റ് കാർഡിയാക്കിന്റെ, ഒരു കാർഡിയോളജിസ്റ്റിന്റെ തന്നിട്ടില്ല. ഇതൊക്കെ നിരന്തരമായി കത്തുകൊടുത്ത കേസാണ് പാർട്ടിക്ക്. ഒരു ഇടപെടലും നടന്നിട്ടില്ല. ഇനി മലയോര ഹൈവേ, എന്താ മലയോര ഹൈവേന്റെ സ്ഥിതി? കേരളത്തിൽ അങ്ങോളം മലയോര ഹൈവേ മുന്നോട്ട് പോവുകയാണ്. നിലമ്പൂരിൽ 3 കഷ്ടമായി കിടക്കുകയാണ്. 5 പൈസ ഇല്ല. ഒരു മലയോര 44 കിലോമീറ്റർ നിലമ്പൂരിലൂടെ കടന്നു പോകുന്ന ആ ഹൈവേയെ 3 കഷ്ടമാക്കി മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കിടക്കുക. കേരളത്തിലെ ഒരു സ്ഥലത്തുമില്ല. ഇങ്ങോട്ട് വരേണ്ട കിഫ്ബിയിലെ ഫണ്ടുകൾ മുഴുവൻ പുള്ളിക്ക് സൗകര്യമുള്ള സ്ഥലത്തേക്ക് വകഞ്ഞു മാറ്റി. അത് കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, പോത്തുകല്ലിൽ നിന്ന് മുണ്ടേരിയിൽ നിന്ന് നേരെ വയനാട്ടിലേക്കുള്ള വനപാതയാണ്. 13-14 കിലോമീറ്റർ കൊണ്ട് വയനാട്ടിലെത്താൻ പറ്റും മേപ്പാടിയിൽ. ആകെ വേണ്ടത് 13 ഹെക്ടർ സ്ഥലമാണ് ഫോറസ്റ്റിന്. MLA എന്ന നിലക്ക് ഫോറസ്റ്റ് കേരളത്തിന്റെ നിയമസഭയിൽ വനം മന്ത്രിക്ക് എഴുതി കൊടുത്തു. ഈ 21 ഹെക്ടർ ലാൻഡ് എക്സ്ചേഞ്ച് ചെയ്യാം സർക്കാരിന്. തത്തുല്യമായ ഭൂമി ഫോറസ്റ്റിലേക്ക് ഫ്രീ ആയിട്ട് ഞാൻ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ടെങ്കിലും ആ റോഡ് തുറക്കുന്നു. ആ പ്രപ്പോസൽ അവിടെ വാങ്ങി വെച്ച് അങ്ങോട്ട് തിരികെ എന്നല്ലാതെ അത് കണ്ടിട്ട്. ഈ നിസ്സാര കാര്യം പറയാം, നിലമ്പൂർക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. നിലമ്പൂർ അങ്ങാടിയുടെ വികസനം ഏകദേശം നമ്മൾ നടത്തി. ഇപ്പോഴും നിൽക്കുന്നത് ഫോറസ്റ്റ് ഓഫീസിന്റെ മുന്നിലുള്ള മതിലാണ്. 8 കൊല്ലത്തെ നിരന്തരമായിട്ടുള്ള ഇടപെടലാണ്. അവിടെ ഒരു എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഒരു 3 മീറ്റർ വീതിയിൽ വിട്ടുതരാൻ. അത് സാങ്ഷനായിട്ട് ഒരു കൊല്ലമായി അറിയണം. സാങ്ഷനായിട്ട് ഒരു കൊല്ലമായി. ആര് ചെയ്യണമെന്നറിയാം? 1,37,000 രൂപ PWD അടക്കണം. എത്ര? 1,37,000 രൂപ. ഞാൻ രാജിവെക്കുന്നതിന്റെ 4 മാസം മുമ്പ് അവിടെ റെഡിയായി DFOനെയും കൂട്ടി ജനങ്ങളെയും കൂട്ടി കുറ്റി അടിച്ച് കയറ് കെട്ടി
അവിടെ കോൺട്രാക്ടർക്ക് ആ നിലമ്പൂർ അങ്ങാടി വികസനത്തിന്റെ കൂടെ ചെയ്യേണ്ട പണിയാണ്. ആരടക്കേണ്ടത്? PWD അടക്കണം. 1,37,000 രൂപ. ഈ നിമിഷം വരെ ഈ നിലമ്പൂർ ഒപ്പം പൂർത്തിയാകേണ്ടിയിരുന്ന നിലമ്പൂരിലെ ജനങ്ങൾ ശരിക്കും കേട്ടോ, അല്ലെങ്കിൽ നാളെ പത്രസമ്മേളനം വിളിച്ച് പറയണം ഇവര് PV അൻവർ പറയുന്ന കളവാന്ന് തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയണം. 1,37,000 രൂപ PWD വകുപ്പിൽ നിന്ന് ഫോറസ്റ്റിലേക്ക് നമുക്ക് ആ കാശ് കൊണ്ട് ഇറക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ 1,37,000 ഒക്കെ എൻ്റെ ആളോട് വാങ്ങിയാൽ നമുക്ക് കൊടുക്കാം. അതും ചോദിച്ചു ഞാനും, ഒരു ഓപ്ഷനും ഇല്ല. PWD വകുപ്പ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഹെഡ് വരണം. ശ്വാസം മുട്ടുകയാണ്, രോഗികൾ കുടുങ്ങുക. നിങ്ങൾക്കറിയാം നിലമ്പൂരിൽ അങ്ങാടി വികസിച്ചപ്പോൾ ഫോറസ്റ്റ് ഓഫീസിന്റെ മതിൽ ഇങ്ങനെ എന്താ പറയുക ആനന്റെ തല പോലെ റോട്ടിലേക്ക് തള്ളി നിൽക്കുന്നു. ആരാ ഉത്തരവാദി? മറുപടി പറയട്ടെ. വഞ്ചകൻ ജൂദാസ്. ആരാ വഞ്ചകൻ? ആരാ ജൂദാസ്? ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. അതുപോലെ നിലമ്പൂരിന്റെ ഏറ്റവും പ്രശസ്തമായ പദ്ധതിയായിരുന്നു കളത്തിൻകടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ്. നിലമ്പൂരിൽ ഇപ്പോൾ ഈ പറയുന്ന ഫോറസ്റ്റ് ഓഫീസിന്റെ ഓപ്പോസിറ്റ്. നിലമ്പൂരിലെ കുടിവെള്ള പ്രശ്നം പൂർണ്ണമായും തീരാൻ ഏകദേശം 7.5 കോടി രൂപയോളം ഇൻവെസ്റ്റിഗേഷന് ചെലവാക്കി അതിന്റെ എന്താ പറയുക ഫണ്ട് അനുവദിക്കാനുള്ള വക്കത്ത് എത്തിയ 145 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. ആ പദ്ധതി തന്നെ കാണാനില്ല. എങ്ങോട്ടോ വലിച്ചു പോയത് അറിയില്ല. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ജലജീവൻ മിഷന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടിയൊരു മണ്ഡലമായിരുന്നു. 750 കോടി രൂപ എല്ലാ പഞ്ചായത്തിലും നമ്മൾ പൈപ്പിട്ടു. പിന്നെ പഞ്ചായത്തിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇതിന്റെ വാട്ടർ ടാങ്ക് ഈ പഞ്ചായത്തുകൾ കൂടി നിർമ്മിച്ചു കൊടുക്കണം. അങ്ങനെയാണ് പ്രോജക്റ്റ്. പഞ്ചായത്തുകളുടെ കയ്യിൽ പൈസ ഇല്ല. 1.5 കോടി രൂപ MLA ഫണ്ടിൽ നിന്ന് ഞാൻ കൊടുത്തു ചുങ്കത്രയിലും കരുളായിലും ഈ ടാങ്ക് കെട്ടാൻ. ഇപ്പൊ ഭൂമി കൂടെ മുഴുവൻ പൈപ്പാ. ഒരു പൈസ സംസ്ഥാന ഗവൺമെന്റിന് കിട്ടിയില്ല. പൈപ്പിട്ട കോൺട്രാക്ടർമാർ കയറെടുത്ത് നടക്കുക. നിലമ്പൂർ മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കുടിക്കാൻ വെള്ളം കിട്ടുന്ന പദ്ധതി കേരളത്തിലെ ഒരുവിധം ജലജീവൻ പദ്ധതികൾ മുഴുവൻ പൂർത്തിയായപ്പോൾ നിലമ്പൂരിൽ ഒരു ഇഞ്ച് പോകാൻ സമ്മതിച്ചിട്ടില്ല. 1 ഇഞ്ച് പോകാൻ. നിലമ്പൂരിലെ ജനങ്ങളുടെ വെള്ളം കൂടി മുട്ടിച്ചവരവര്. മറുപടി ഒന്ന് പറയട്ടെ. അത് കഴിഞ്ഞ് എടക്കര പോലീസ് സ്റ്റേഷൻ. നിങ്ങൾ നിലമ്പൂർ കൂടെ ഒന്ന് നടന്നു നോക്കുക. നിലമ്പൂർ ഇനി ഒരു പാടുമില്ല. കറുത്ത റോഡിന്റെ വക്കത്ത് മുഴുവൻ തൂർത്തു കഴിഞ്ഞു. 4 സെന്റ് ഭൂമിയിൽ ഒരു കുടുംബത്തിന് ഒരു വീട് വെട്ടാൻ ഈ ലൈഫ് പദ്ധതിയിൽ എന്താണ് SP ഈ രണ്ടാമത്തെ SP ആയിട്ട് ഞാൻ ഉണ്ടായ പ്രശ്നം? ലൈഫ് പദ്ധതിയിൽപ്പെട്ട വീടുകൾക്ക് ആ തറയിലേക്ക് ഒരു 2 ലോഡ് മണ്ണ് 2 ബക്കറ്റ് മണ്ണിടാൻ ഇയാൾ സമ്മതിക്കില്ലായിരുന്നു. മണ്ണെടുക്കാൻ സമ്മതിക്കില്ല. ആ സ്ഥാനത്ത് നിലമ്പൂർ ആകെ തൂർത്തു. ഒരു പ്രശ്നമില്ല. എടക്കരയിലെ പോലീസ് സ്റ്റേഷന് അവിടെ ഒരു 3 കുടുംബങ്ങൾ ചേർന്ന് 50 സെന്റ് സ്ഥലം തന്നു. ഈ രാജ്യമാകെ മണ്ണിട്ട് തൂർത്ത് വയൽ തെരഞ്ഞാൽ കാണാത്തപ്പോ നിലമ്പൂർ പോലീസ് സ്റ്റേഷന് അവിടെ സർക്കാർ പദ്ധതിക്ക് പെർമിഷൻ കൊടുത്തില്ല. ഇപ്പൊ ആ സ്ഥലം തന്ന ആളുകൾ കോടതി പോകാൻ നിൽക്കുക സ്ഥലം തിരിച്ചു കിട്ടാൻ. ഈ മാവോയിസ്റ്റ് വിഷയമുള്ള ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷനിൽ പെട്ടതാണ് എടക്കരയും ഈ പറയുന്ന വഴിക്കടവും ഒക്കെ. ഇതെന്താ പറയുന്ന അറിയോ? ഇങ്ങനെ വിഷയങ്ങൾ പോവുകയാണ്. പിന്നെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ ഇവിടെ ഇടിച്ച് പൊളിച്ച് കളഞ്ഞില്ലേ? ഈ മലയോര മേഖലയിലെ ജനങ്ങൾ നിങ്ങൾക്കറിയാം 70% മലയോരാണ്, വന്യമൃഗമാണ്. 25 കോടി രൂപ ചോദിച്ചു. 25 കോടി രൂപ പ്രപ്പോസൽ ഇവിടുന്ന് പോയതാ. സ്ട്രോങ് ഫെൻസിങ്ങിനും അതുപോലെ തന്നെ കനാലുകൾ നിർമ്മിക്കാനും. ഒരു പൈസ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചു എന്ന് പറയല്ലാതെ ഒരു ഉറുപ്പിക കിട്ടിയിട്ടില്ല. ജനങ്ങൾ ഇന്നും ആ വിഷയം അനുഭവിക്കുക. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞു വരുന്നത്, ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഇവരുടെ 4ാം വാർഷികം കൂടി പറഞ്ഞിട്ട് അവസാനിക്കുക. വലിയ അതുമായിട്ട് വരുമെന്നാണല്ലോ പറയുന്നത്. എന്താണ് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഈ സംസ്ഥാന ഗവൺമെന്റ്